തൃശൂരെടുത്ത് സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കേരളത്തിന്റെ MP ആയി ഇരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് BJP കോൺഗ്രസ് ഡീൽ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ 1 ലക്ഷത്തോളം വോട്ടിന്റെ ചോർച്ചയുണ്ടായതാണ് BJPയുടെ അപ്രതീക്ഷിത വിജയത്തിന് കാരണമെന്ന് LDF സ്ഥാനാർത്ഥി BS സുനിൽകുമാർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. തൃശൂരിൽ UDFന്റെ തോൽവി അപ്രതീക്ഷിതമെന്നും ഇനി മത്സരിക്കാനില്ലെന്നും മുരളീധരൻ. ജനവിധിയിൽ വ്യത്യസ്തവും കൗതുകവും നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ. സംസ്ഥാനത്ത് UDF തരംഗം. കേരളത്തിൽ താമര വിരിയിച്ച് NDA, അടിപതറി LDF. കേവല ഭൂരിപക്ഷം കടന്ന് NDA. എക്സിറ്റ് പോൾ പ്രഖ്യാപനങ്ങൾ പാടെ തെറ്റി. സർക്കാർ രൂപീകരണ ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നണി. വാഴച്ചാലിന് പുറമെ അതിരപ്പള്ളിയിലും കടുവയിറങ്ങി. വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് കടുവയെ കണ്ടത്. ആശങ്കയോടെ പ്രദേശവാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ചരിത്ര വിജയം നേടി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. LDFന്റെ VS സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് 74,686 വോട്ടുകൾക്ക്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനെത്തിയ UDFന്റെ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ശേഷം വന്ന ആദ്യ ഫലസൂചനകളിൽ മുൻ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറായിരുന്നു മുന്നിൽ. എന്നാൽ പിന്നീട് കഥ മാറി. ലീഡ് നില മാറി മറിഞ്ഞു. സുരേഷ് ഗോപിയിലൂടെ താരപ്പകിട്ട് ചാർത്തി തന്നെ NDAയുടെ താമര തൃശൂരിൽ മുട്ടിട്ട് തുടങ്ങി. ലീഡിൽ എത്തിയ നിമിഷം മുതൽ പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. SGയുടെ കുതിപ്പിൽ കിതച്ച എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാനാകാതെ കാലിടറി. ലീഡിലേക്ക് എത്തി നോക്കാൻ പോലുമുള്ള അവസരം പിന്നീട് ആർക്കുമുണ്ടായില്ല. ഇഞ്ചോടിഞ്ച് മത്സരം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സർവാധിപത്യമാണ് കണ്ടത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമടക്കം ലക്ഷ്യം വെച്ച് പ്രചരണം നടത്തിയ ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുള്ള അട്ടിമറി വിജയമാണ് NDA നേടിയത്. നിലവിൽ LDF ഭരിക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്ക് ലീഡ് നേടാനായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,93,822 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഇക്കുറിയത് 4,12,338 ഉയർത്തി. 1,18,516 വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായത്. ഇതുവഴി രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന മിന്നും ജയവും സ്വന്തമായി. 2ാം സ്ഥാനത്തുള്ള LDFന്റെ സുനിൽകുമാറിന് 3,37,652 വോട്ടുകളാണ് ലഭിച്ചത്. 2019 നേടിയ 3,21,456 വോട്ടിനേക്കാൾ 16,196 വോട്ടുകളുടെ വർധനവ് ഇക്കുറി ഇടതുമുന്നണിക്കുണ്ടായി. ഇതിലൂടെ ഇടത് കേഡർ വോട്ടുകളിലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലിലാണ് LDF. അതേസമയം സംസ്ഥാനത്ത് UDF സിറ്റിംഗ് MP ആയ TN പ്രതാപനെ മാറ്റി പരീക്ഷിച്ച UDFന്റെ സംസ്ഥാനത്തെ ഏക മണ്ഡലമായ തൃശൂരിൽ സീറ്റ് നിലനിർത്താനെത്തിയ വടകര MP ആയിരുന്ന K മുരളീധരനും UDFനും ഫലം കനത്ത പ്രഹരമായി. 2019 4,15,089 ഉണ്ടായിരുന്ന UDFന്റെ വോട്ട് 3,28,124 കുറഞ്ഞു. 86,965 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. 9 പേർ മത്സര രംഗത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ പ്രധാന മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഒഴികെയുള്ളവർക്ക് കെട്ടിവച്ച കാശ് പോലും നഷ്ടപ്പെട്ടപ്പോൾ 6,072 വോട്ടുകൾ നേടിയ നോട്ട 4ാം സ്ഥാനത്തെത്തിയെന്നതും ഏറെ ശ്രദ്ധേയമായി. TCV തൃശൂർ. മാനിഫെസ്റ്റോയിൽ ഒതുങ്ങുന്നില്ലെന്നും കേരളത്തിന്റെ MP ആയി ഇരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. വിജയം അനുഗ്രഹമായി സമ്മാനിച്ച തന്റെ ലൂർദ് മാതാവിനും എല്ലാ ഈശ്വരന്മാർക്കും നന്ദിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ പ്രതിസന്ധിയുടെ കൂലിയാണ് തനിക്ക് ലഭിച്ചത്. ഒഴുക്കിനെതിരെ നീന്തി കയറുകയായിരുന്നു. പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായി താൻ ആവശ്യപ്പെട്ടതിന്റെ 100 ഇരട്ടിയായി തന്നു. ജനങ്ങളിലേക്ക് അടുക്കാനുള്ള മിഷനറിയായി അവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാവും.
ഈ 42 ദിവസം എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ, നരേന്ദ്രമോദി, എനിക്ക് എൻ്റെ രാഷ്ട്രീയ തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മിന്നും വിജയത്തിൽ ആവേശാരവങ്ങൾ തീർത്ത് പ്രവർത്തകരും നേതാക്കളും. BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. BJP തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ നടക്കാവിലെ BJP മുൻ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും BJP പ്രവർത്തകരും നേതാക്കളും അണിചേർന്നു. വാദ്യമേളങ്ങളുടെയും DJ അകമ്പടിയും കാവടിയാട്ടവും ആഹ്ലാദ പ്രകടനത്തിന് ആവേശം പകർന്നു. സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷന് മുൻപിൽ ആഹ്ലാദ പ്രകടനം സമാപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ സെക്രട്ടറി KR ഹരി, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ച നിയുക്ത MP സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ വിപുലമായ ജില്ലാതല വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം അറിയിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം ഉജ്ജ്വലമെന്നും കേരളത്തിൽ ആദ്യമായി തൃശൂരിൽ താമര വിരിയിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ TCVയോട് പ്രതികരിക്കുകയായിരുന്നു അനീഷ് കുമാർ. വിജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ നാളുകളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ചരിത്ര ദിവസമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. മിന്നുന്ന വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വിജയമായിട്ട് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം മാറും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ വിജയം ഞങ്ങൾ തുടരും. ഇടതും വലതും മുന്നണിക്ക് ബദലായിട്ട് കേരളത്തിൽ ചിന്തിക്കുന്ന വലിയ ജനവിഭാഗങ്ങളുണ്ട്. ഒരവസരം കിട്ടിയ സമയത്ത് അവർ ആ അവസരം വിനിയോഗിച്ചു. ഇനിയുള്ളത് NDAയുടെ BJPയുടെ കാലഘട്ടമായിരിക്കും. ഒരു കേന്ദ്രമന്ത്രി എന്ന സ്വപ്നം പൂവണിയല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ജയിക്കുന്നത്. അദ്ദേഹത്തിന് മോദി മന്ത്രിസഭയിൽ ഇടം കിട്ടുമെന്നുള്ളതാണ് 100% ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തൃശ്ശൂരിൽ ഒരു വികസന വിപ്ലവം തന്നെ സാധ്യമാവും. NDA അക്കൗണ്ട് തുറക്കുക ബാങ്കിലാണെന്ന് പരിഹസിച്ച UDF സ്ഥാനാർത്ഥി ഇപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് ഇല്ലാതെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്. ഈ തൃശ്ശൂർ നിന്നാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ബാങ്കിൽ എടുക്കാൻ പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. K മുരളീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളെ ബാന്ധവത്തിൻ്റെ പേരിൽ കളിയാക്കിയ മുരളീധരന് എവിടെയാണ് എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. എന്തായാലും കേരളത്തിലെ ഭരണകക്ഷിക്ക് ബദലായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിട്ട് വരുന്ന കാഴ്ചയാണ് ഏറെ സന്തോഷം നൽകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂണ്ടുപലകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പ്രതാപനും മുരളീധരനെയും സംബന്ധിച്ച് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ പറയുന്ന ആളുകളാണ്. കാരണം എന്ത് തോന്നിവാസം വിളിച്ചു പറയാവുന്ന ആളുകളാണ്. K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് BJP വട്ടപ്പൂജ എന്നാണ്. അപ്പോൾ ആ മുരളീധരൻ വട്ടപ്പൂജയായ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. K മുരളീധരൻ അജയനാണെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. എല്ലാ സ്ഥലത്തും നിന്ന് പരാജയപ്പെടുന്ന ഒരു വ്യക്തി തൃശ്ശൂരിൽ ഇനി മുരളീധരൻ്റെ വിഭാഗത്തിന് യാതൊരു സാധ്യതയില്ല എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിജയം ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. ഞങ്ങളെ കളിയാക്കിയ ആളുകൾക്ക് TCVയോട് സംസാരിക്കുകയായിരുന്നു നാഗേഷ്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം നടത്താൻ NDA സഖ്യത്തിന് കഴിഞ്ഞുവെന്നും നാഗേഷ് പറഞ്ഞു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് BJP കോൺഗ്രസ് ഡീൽ എന്ന് റവന്യൂ മന്ത്രി K രാജൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ 1 ലക്ഷത്തോളം വോട്ടിന്റെ ചോർച്ചയുണ്ടായതായാണ് BJPയുടെ അപ്രതീക്ഷിത വിജയത്തിന് കാരണമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് TCVയോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. തൃശൂരിൽ BJPക്ക് അപ്രതീക്ഷിതമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. 7 അസംബ്ലി മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തത് തികച്ചും അപ്രതീക്ഷിതമാണ്. UDFന്
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്ന് ഇത്തവണ 1 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞതും 3ാം സ്ഥാനത്തേക്ക് പോയതും കോൺഗ്രസ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു റിസൾട്ടാണത്. പക്ഷേ റിസൾട്ട് അപ്രതീക്ഷിതമാണെങ്കിലും 2019 LDF കിട്ടിയ വോട്ടിനേക്കാളും ഞങ്ങൾ ഒരു 10-12,000 വോട്ടുകൾ ഇപ്പോൾ കിട്ടിയ കണക്ക് പ്രകാരം LDF കൂടുതലായി കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ 2019 സിറ്റിംഗ് MP അല്ലെങ്കിൽ അവർ നേടിയെടുത്തുള്ള UDF നേടിയിട്ടുള്ള വോട്ടിൻ്റെ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളം മുഴുവനും UDF അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായ സന്ദർഭമാണിത്. ആ സന്ദർഭത്തിൽ ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ആ മണ്ഡലത്തിലെ ആ വോട്ട് മുഴുവനും അവർക്ക് കിട്ടിയ മെജോറിറ്റി മുഴുവനും നേരെ BJPയിലേക്ക് പോയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് UDFും BJPയും കോൺഗ്രസും പരിശോധിക്കേണ്ട കാര്യമാണ്. UDFിൽ നിന്ന് വൻ വോട്ട് ചോർച്ച ഉണ്ടാക്കി കേരളത്തിൽ താമര വിരിയിക്കാനിടയാക്കിയ സാഹചര്യം കോൺഗ്രസ് വിശദീകരിക്കേണ്ടതാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു പരിശോധന ഞങ്ങൾ നടത്തും. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വോട്ട് കുറയാനിടയായ കാരണങ്ങൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UDFിൻ്റെ വോട്ട് 1 ലക്ഷത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിരിക്കുകയാണ് 2019 അപേക്ഷിച്ച്. BJPക്ക് ഏകദേശം 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും ചെയ്തിട്ട് അവർ വോട്ടിൻ്റെ ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കേരളത്തിൽ മുഴുവൻ UDFിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വോട്ട് അവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടാകുമ്പോൾ തൃശ്ശൂരിൽ മാത്രം മറിച്ചൊരു സംഭവം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടത് UDFും കോൺഗ്രസ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തൃശ്ശൂരിലെ സിറ്റിംഗ് MPയെ മാറ്റി നിർത്തി വടകരയിൽ MP ആയിരുന്ന K മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് BJPയുമായുള്ള ഡീലിൻ്റെ ഭാഗമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. തന്നെ തോൽപ്പിച്ചതുപോലെ തൻ്റെ സഹോദരനെയും കോൺഗ്രസ് തോൽപ്പിക്കുമെന്ന് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഈ ഡീൽ അറിയാമായിരുന്നുകൊണ്ടാവണമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഷവും UDFിൻ്റെ സ്ഥാനാർത്ഥിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പിറകിൽ തയ്യാറായി നിന്നവരും തുടർച്ചയായി പറഞ്ഞിരുന്ന ഡീൽ, 2 മുന്നണികൾ തമ്മിലുള്ള ഡീൽ, അതിപ്പോൾ ആരാണ് നടത്തിയത് എന്ന് ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അപകടകരമായ ഒന്ന് തൃശ്ശൂരുണ്ടായി. BJPയിലേക്ക് ചേർന്ന പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ അവരുടെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് എന്നോട് ചെയ്തതുപോലെ എൻ്റെ ചേട്ടനെയും തോൽപ്പിക്കാൻ ബോധപൂർവമായ ഒരു ഡീൽ ഇവിടെ നടക്കാൻ പോകുന്നു. അന്ന് കോൺഗ്രസിൻ്റെ പാളയം വിട്ട് വർഗീയതയിലേക്ക് പോയ ഒരാൾ പറഞ്ഞ അഭിപ്രായം എന്ന നിലയിൽ ആരും മുഖവിലേക്ക് എടുത്തില്ല. പക്ഷേ അതിവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. TCV ന്യൂസ് തൃശ്ശൂർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് K മുരളീധരൻ. തൃശൂരിൽ UDFിന്റെ തോൽവി അപ്രതീക്ഷിതമെന്നും UDFിനെ സഹായിക്കുന്ന 2 പ്രബല വിഭാഗങ്ങളിലെ വോട്ടിലുണ്ടായ വിള്ളലാണ് UDFിന്റെ തോൽവിക്ക് കാരണമെന്നും K മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു K മുരളീധരൻ. കേരളത്തിലെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ കാണാനായത്. UDFിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് കിട്ടി. ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. പൊതുരംഗത്ത് നിന്ന് തൽക്കാലം വിട്ടുനിൽക്കും. ഇനി കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കില്ല. ഇനി പാർട്ടി പ്രവർത്തനത്തിലേക്കില്ല, പക്ഷേ സാധാരണ പ്രവർത്തകനായി തുടരും. സുരേഷ് ഗോപിക്ക് വേണ്ടി 2 തവണ പ്രധാനമന്ത്രി തൃശൂരിൽ വന്നു. സുനിൽകുമാറിന് വേണ്ടി പിണറായി വിജയനും വന്നു. പക്ഷേ തനിക്ക് വേണ്ടി പ്രചരണത്തിന് DK ശിവകുമാർ ഒഴികെ കേന്ദ്ര നേതാക്കൾ ആരും വന്നില്ല. കേരളത്തിൽ മൊത്തത്തിൽ സംഘടനാ സംവിധാനം പ്രയാസത്തിലാണ്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് പോരായ്മയാണ്. പൊതുസമൂഹത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ LDF ജയിച്ചാൽ തനിക്ക് സങ്കടമുണ്ടാകില്ലായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ 2 മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല.
കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ. ചില സ്ഥലത്ത് തന്റെ രാശി ശരിയല്ല, പ്രത്യേകിച്ച് ജനിച്ച സ്ഥലത്ത്. തൃശൂരിൽ കോർഡിനേഷൻ ഇല്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നുവെങ്കിലും സംസ്ഥാന നേതൃത്വം വേണ്ട പരിഗണന നൽകിയില്ല. വടകരയിൽ തന്നെ നിന്നാൽ ജയിക്കുമായിരുന്നുവെന്നും കുരുതിക്ക് നിന്നു കൊടുക്കണ്ടായിരുന്നുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. തൃശൂർ പൂരം മുതലാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയതെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ വ്യത്യസ്തവും കൗതുകവും നിറഞ്ഞ് തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ. തൃശൂർ, ചാലക്കുടി, ആലത്തൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും ഇക്കുറി ജയിച്ചത് NDA, LDF, UDF എന്നീ 3 പ്രധാന മുന്നണികളാണ് എന്നത് ശ്രദ്ധേയമായി. ചരിത്ര വിജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിയിച്ച BJP ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് എടുത്തത് തൃശൂരിലാണ്. ഇതിലൂടെ കേരളത്തിലെ NDAയുടെ ഏക സീറ്റും തൃശൂരിലേതായി. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയത്തിന്റെ കയ്പുനീരറിഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ 3ാം അംഗത്തിലാണ് വിജയമധുരം നുണഞ്ഞത്. അതും നേരിട്ട 3 തെരഞ്ഞെടുപ്പുകളിലും തോൽവിയറിയാതെ മുന്നേറിയ സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ UDFന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി CPMന്റെ K രാധാകൃഷ്ണനിലൂടെ കഴിഞ്ഞ തവണ കൈവിട്ട ആലത്തൂർ LDFലേക്ക് തിരികെ എത്തിച്ചു. നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ K രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ LDF 20,111 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് LDF വിജയിച്ച ഏക മണ്ഡലവും തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ ആലത്തൂരായി എന്നതും യാദൃശ്ചികമായി. അതിലുപരി ആലത്തൂരിൽ 2ാം ഊഴത്തിന് കച്ചകെട്ടിയ രമ്യ സ്വന്തം സിറ്റിംഗ് സീറ്റിൽ തോൽവിയറിഞ്ഞ നിലവിലെ ഏക കോൺഗ്രസ് MPയായും മാറി. കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് MPയായ K മുരളീധരൻ മണ്ഡലം മാറ്റത്തിലൂടെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിയാണ് പരാജയപ്പെട്ടത്. ജില്ലയിലെ ചാലക്കുടി, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ചാലക്കുടി ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് MPയായ ബെന്നി ബെഹനാനിലൂടെ UDF നിലനിർത്തിയതോടെ ജില്ലയിലെ മണ്ഡലങ്ങളിലെ മുന്നണി വൈവിധ്യവും വേറിട്ട് നിന്നു. ഇന്നസെന്റിലൂടെ 2014 നേടി കഴിഞ്ഞ തവണ കൈവിട്ട ചാലക്കുടി ഇക്കുറി തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ C രവീന്ദ്രനാഥിനെയായിരുന്നു. 63,754 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഹനാൻ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിൽ നിലനിർത്തുകയായിരുന്നു. TCV, തൃശൂർ. ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് വോട്ടർമാരും ജനങ്ങളും നിന്നതെന്ന് K രാധാകൃഷ്ണൻ. CPIM ചേലക്കര ലോക്കൽ കമ്മിറ്റി സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി MP സ്ഥാനം വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയത്തെ തുടർന്ന് ചേലക്കരയിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. സഹോദരന്മാരെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും സഖാക്കളോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഈ സമയത്ത് പറയുന്നില്ല. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാം പ്രതീക്ഷ പോലെയുള്ള ഒരു മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നല്ലപോലെ പരിശോധിച്ച് പോകുന്നതാണ്. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് നമ്മുടെ വോട്ടർമാരും ജനങ്ങളും നിന്നത്. സംസ്ഥാനത്ത് UDF തരംഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച് NDA. ചരിത്രം കുറിച്ചു അടിപതറി LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിച്ച് NDA ചരിത്രം കുറിച്ചു. UDFന് വൻ വിജയം, LDFന് നിരാശ. ഇന്ത്യ സഖ്യത്തിന് വൻ മുന്നേറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആദ്യമായി താമര വിരിഞ്ഞു.
തൃശൂർ ഞാനിങ് എടുക്കുക എന്നു പറഞ്ഞ സുരേഷ് ഗോപി അവസാനം 3/4 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ തൃശൂർ എടുത്ത് പറഞ്ഞ വാക്ക് നിറവേറ്റി. തൃശൂരിലെ കരുത്തരായ LDF, UDF സ്ഥാനാർത്ഥികളെ അമ്പരപ്പിച്ചാണ് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയത്. ഏവരും ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു തൃശൂരിലേത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശശി തരൂർ ഹാട്രിക് വിജയം നേടി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് വെല്ലുവിളിയായി ഏറെ നേരം മുന്നിട്ട് നിന്നെങ്കിലും അവസാനം ശശി തരൂർ വിജയിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ LDFന് ആലപ്പുഴ മണ്ഡലമാണ് വിജയം സമ്മാനിച്ചതെങ്കിൽ ഇത്തവണ LDFന്റെ അഭിമാനം കാത്തത് ആലത്തൂർ മാത്രമാണ്. കെ രാധാകൃഷ്ണൻ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ആറ്റിങ്ങലിൽ LDF, UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് നില ഏറെ നേരം മാറി മറിഞ്ഞെങ്കിലും അവസാനം UDF സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. മിക്ക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 3.5 ലക്ഷത്തിലധികമാണ്. UDFന്റെ സിറ്റിംഗ് MPമാരിൽ രമ്യ ഹരിദാസും കെ മുരളീധരനും ഒഴികെ ബാക്കി എല്ലാവരും വിജയിച്ചുവെന്നതും പ്രത്യേകതയാണ്. കേവല ഭൂരിപക്ഷം കടന്ന് NDA സർക്കാർ രൂപീകരണ ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നണി. എക്സിറ്റ് പോൾ പ്രഖ്യാപനങ്ങൾ തെറ്റി. തോൽവി ഭയന്ന് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ആരോപണമുന്നയിച്ചവർ ഇപ്പോൾ മെഷീനുകളെക്കുറിച്ച് മിണ്ടുന്നില്ല. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച നേട്ടം കൊയ്യാനായതിന്റെ സന്തോഷത്തിലാണ് പ്രതിപക്ഷം. NDA മുന്നണിക്ക് വൻ ഭൂരിപക്ഷം പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ പ്രഖ്യാപനങ്ങളും പാടെ തെറ്റി. കേവല ഭൂരിപക്ഷം കടന്ന NDA മുന്നണി സർക്കാർ രൂപീകരണത്തിന് ചർച്ച തുടങ്ങി. എന്നാൽ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടിയ BJPക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചു. എങ്ങനെയും BJPയെ വീഴ്ത്താനായി മത്സരിക്കുന്ന സീറ്റ് വിട്ടുകൊടുത്തും മറ്റു കക്ഷികളെ കൂടെ കൂട്ടിയും കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ ഒരു പരിധിവരെ ബലം കണ്ടു. ബീഹാറിൽ തേജസ്വി യാദവും തമിഴ്നാട്ടിൽ DMK സഖ്യവും ഉൾപ്പെടെയുള്ള കൂട്ടുകെട്ടിൽ സഖ്യത്തിന്റെ സീറ്റ് നില ഉയർത്താനായി. ഇതേസമയം BJPക്ക് പ്രതീക്ഷിച്ച മണ്ഡലങ്ങൾ പലതിലും അടിപതറി. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. 80 സീറ്റുകളുള്ള UP സംസ്ഥാനം രാജ്യത്തിന്റെ ഭരണം ആർക്കെന്ന് നിശ്ചയിക്കാൻ മാത്രം കരുത്തുള്ളതാണ്. സമാജ്വാദി പാർട്ടി ഉൾപ്പെട്ട ഇന്ത്യ സഖ്യം ഇവിടെ കരുത്തുകാട്ടി. 25 വർഷമായി ജയിച്ച കർണാടകയിലെ ഹാസനിലെ JDS കക്ഷിയെ ഇത്തവണ മണ്ഡലം കൈവിട്ടപ്പോൾ അത് NDAയ്ക്കും തിരിച്ചടിയായി. ലൈംഗികാരോപണ കേസിൽപ്പെട്ട പ്രജ്വൽ രേവണ്ണ തോറ്റത്തിനൊപ്പം ഈ ആരോപണം മറ്റ് മണ്ഡലങ്ങളെയും ബാധിച്ചു. എന്നാൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ BJP കരുത്തുകാട്ടി. NDA സഖ്യം നിലവിൽ കേവല ഭൂരിപക്ഷം പിന്നിട്ട സാഹചര്യത്തിലും ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇതുമൂലം ഉപപ്രധാനമന്ത്രി പദം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ BJPക്കും മുന്നോട്ട് വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥം സാക്ഷിയാകും. വാഴച്ചാലിന് പുറമെ അതിരപ്പിള്ളിയിലും കടുവ ഇറങ്ങി. 2 ദിവസം മുമ്പാണ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കടുവ പ്രത്യക്ഷപ്പെട്ടത്. പുഴയുടെ അരികെ ഈറ്റക്കാട്ടിൽ നിന്ന കടുവ തൊട്ടരികിലൂടെ പോയിരുന്ന വാഹനം കണ്ടപ്പോൾ ഓടിമറിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ പ്രദേശത്ത് പുഴയിൽ 2 കടുവകളെ കണ്ടത് വാർത്തയായിരുന്നു. ഇതിനിടെയാണ് തുടർച്ചയായി അതിരപ്പിള്ളിയിലും കടുവയുടെ സാന്നിധ്യം നേരിട്ട് കാണുന്നത്. ജനവാസ മേഖലയിലേക്ക് കടുവകൾ എത്തുമെന്ന ഭീതിയിലാണ് കർഷകരും മലയോരവാസികളും. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി തകർന്നു കിടക്കുന്ന പാലക്കലിലെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാലക്കൽ മാർക്കറ്റ് സ്റ്റോപ്പ് മുതൽ പാലക്കൽ സെന്റർ വരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. പാലക്കലിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് പൊളിച്ചു തുടങ്ങി. മഴ മാറി നിൽക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തികൾ ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പാലക്കലിൽ വാഹന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് ബീച്ചിൽ ശക്തമായ തിരയിൽ വഞ്ചി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. ചാവക്കാട് ബീച്ച് സ്വദേശി കിഴക്കൂട്ട് സുധീരനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുധീരനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂരിൽ ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടി. കരുവന്നൂർ ചെറിയപാലം എട്ടുമന പ്രദേശങ്ങളിൽ മോഷണം നടത്തിയ പ്രതികളായ അതിഥി തൊഴിലാളികളെയാണ് നാട്ടുകാർ പിടികൂടിയത്. നിർമ്മാണ മേഖലയിൽ ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് ഉപകരണങ്ങൾ, മോട്ടോറുകൾ, വയറുകൾ എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം പോയത്. എട്ടുമനയിൽ ചായക്കട കുത്തി തുറന്നും മോഷണ ശ്രമം നടന്നിരുന്നു. നാട്ടുകാർ ആക്രി കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എട്ടുമന ഇല്ലിക്കൽ ഡാം പരിസരത്തു നിന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തു നിന്നും മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുത്തു.
കുന്നംകുളം ആർത്താറ്റ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്തുവീട്ടിൽ ഫറൂഖിനാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിനെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ കാറിന്റെ മിററിൽ തട്ടി വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി നടന്നു. ഫാദർ ജോൺ കപ്പിസ്ഥാൻ ലോപ്പസ് വചന സന്ദേശം നൽകി. ഈ മാസം 11-നാണ് ഊട്ടുതിരുനാൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഹിതം പിടിക്കുന്ന ജീവനാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ തൃശൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ IB മനോജ്, TG ജോണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺ C ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാലക്കുടിയിൽ UDF പ്രവർത്തകർ പ്രകടനം നടത്തി. സൌത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പനമ്പള്ളി സ്ക്വയറിൽ സമാപിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിൽ ജനതാദൾ S പ്രകടനം നടത്തി. ജനതാദൾ S വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി നേതൃത്വം നൽകി. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയതിനെ തുടർന്ന് പുതുക്കാട് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പുതുക്കാട് സെന്ററിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പ്രവർത്തകരായ മനീഷ് കുളങ്ങര, K സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ വെള്ളറക്കാട് പ്രകടനം നടത്തി. മനപ്പടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. BJP സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ, സുരേന്ദ്രൻ വെള്ളറക്കാട്, ഷാജി ആദൂർ, അഭിലാഷ് കടങ്ങോട്, സുഭാഷ് ആദൂർ, MV ധനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDF പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, CK ലിജീഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂരെടുത്ത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. കേരളത്തിന്റെ MP ആയിരിക്കാനാണ് തൃശൂരിലെ പ്രജാദൈവങ്ങൾ തന്നെ അവരോധിച്ചതെന്നും സുരേഷ് ഗോപി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് BJP കോൺഗ്രസ് ഡീൽ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ 1 ലക്ഷത്തോളം വോട്ടിന്റെ ചോർച്ചയുണ്ടായതാണ് BJPയുടെ അപ്രതീക്ഷിത വിജയത്തിന് കാരണമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ. തൃശൂരിൽ UDFന്റെ തോൽവി അപ്രതീക്ഷിതമെന്നും ഇനി മത്സരിക്കാനില്ലെന്നും മുരളീധരൻ. ജനവിധിയിൽ വ്യത്യസ്തവും കൗതുകവും നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായും മാറി തൃശൂർ. സംസ്ഥാനത്ത് UDF തരംഗം. കേരളത്തിൽ താമര വിരിയിച്ച് NDA, അടിപതറി LDF. കേവല ഭൂരിപക്ഷം കടന്ന് NDA. എക്സിറ്റ് പോൾ പ്രഖ്യാപനങ്ങൾ പാടെ തെറ്റി. സർക്കാർ രൂപീകരണ ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നണി. വാഴച്ചാലിന് പുറമെ അതിരപ്പള്ളിയിലും കടുവയിറങ്ങി. വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് കടുവയെ കണ്ടത്. ആശങ്കയോടെ പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.